الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله سبحانه وتعالى ജീവിതത്തിന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സാധാരണ നടന്നു വരാറുള്ള അല്പനേരം അല്ലാഹുവിൻ്റെ കലാം പഠിക്കാനും അതിൻ്റെ ആശയവും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനും നമ്മൾ മാറ്റിവെക്കുന്ന ഈ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നല്ല രീതിയിൽ നമുക്കെന്നും ഓർമ്മിക്കാവുന്ന നിമിഷങ്ങളാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞുപോയ ആയുസ്സിനെ കുറിച്ച് വേവലാതിപ്പെടുമ്പോൾ നമ്മൾ മാറ്റിവെച്ച സമയങ്ങളിൽ നമുക്ക് ഉപകാരമുള്ളത് ഏതൊക്കെയാണ് എന്നൊരു വിലയിരുത്തലിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ തീർച്ചയായും ഈ ഇരുത്തവും ഈ സമയം ചെലവഴിക്കലുമൊക്കെ ഏറെ സന്തോഷകരമായ നിമിഷങ്ങളായി നാളെ അനുഭവപ്പെടാൻ കഴിയട്ടെ. സാധാരണ സൂറത്ത് ഗാഫിർ 40-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പൊതുവിഷയത്തെക്കുറിച്ചുള്ള ഒരുപക്ഷെ സാന്ദർഭികമായി നമ്മളിൽ ഉണ്ടാവേണ്ട ഒരവബോധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഈ സമയത്തെ ഉപയോഗിക്കുന്നത്. ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആചാരങ്ങളും വിശ്വാസങ്ങളും മനുഷ്യരിൽ നിന്ന് തെറ്റിക്കാനാണ് പിശാച് എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ തെറ്റിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഏറ്റവും വേഗത്തിൽ വേരുപിടിക്കുന്നതും പ്രചരിക്കുന്നതും ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിൽ ഇല്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. ഇതൊരു വെറുതെയുള്ള ഒരു വിലയിരുത്തലല്ല. അല്ലാഹുവിൻ്റെ കലാമിൽ തന്നെ പിശാച് റബ്ബിനോട് പറയുന്ന, ഇബ്ലീസ് പറയുന്ന ചില വർത്തമാനങ്ങളിൽ ഒരു വർത്തമാനമായി പരിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരു വചനമാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുകയും മനുഷ്യരെ തെറ്റിക്കുകയും വേറെ ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുപോവുകയും അതിലൂടെ പടച്ച റബ്ബിങ്കിൽ നിന്ന് അകറ്റുവാനും ഞാൻ ശ്രമിക്കും എന്ന് പിശാച് ശപഥം ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലുമുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ആഘോഷങ്ങളും, അതിനെ നമ്മൾ എതിർക്കുന്നതും അതിനോട് നമ്മൾ മാറ്റിനിർത്തുന്നതുമൊക്കെ അതും മതത്തിൻ്റെ പേരിലാവുന്നത് കൊണ്ടാണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട, പ്രാധാന്യം നൽകേണ്ട മതത്തിനെ തന്നെ കളവാക്കുകയും ആ മതത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ മാറ്റിവെക്കുകയും അതിലില്ലാത്ത പുതിയ കാര്യങ്ങൾക്ക് പുതിയ രൂപവും ഭാവവും നാടുകളിൽ പ്രചരിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതും അത് ഇസ്ലാമിൻ്റേതല്ല എന്ന് പറയാൻ നമുക്ക് പറയേണ്ടി വരുന്നത്. ഞാനിങ്ങനെ ഒരു ആമുഖം ഇവിടെ നൽകിയത് റബീഉൽ അവ്വൽ കഴിയുന്നു, റബീഉൽ ആഖിർ നമ്മിലേക്ക് കടന്നു വരുന്നു. റബീഉൽ അവ്വൽ തീർച്ചയായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അർബഅത്തുൽ ഹുറം എന്ന് പഠിപ്പിക്കപ്പെട്ട മാസങ്ങളിലുള്ളതല്ലെങ്കിലും പ്രാധാന്യം നൽകുന്ന മാസമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതരായി എന്ന് കുറേ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രബലമായ ഒരഭിപ്രായം അത് തന്നെയാണ്, റബീഉൽ അവ്വലിലാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുസ്ലിമീങ്ങളാകമാനം വിശ്വസിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞതും അതേ മാസത്തിൽ തന്നെയാണ്. ഇസ്ലാം എന്താണെന്നും മുസ്ലിമാരാവണമെന്നും എങ്ങനെയാവണമെന്നും നമുക്ക് വേണ്ടി പഠിപ്പിച്ച ഒരു ജീവിതായുസ്, പുരുഷായുസ് മുഴുവൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കും കൽപ്പനകൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് കൈപിടിച്ച് ചേർത്താൻ മുന്നിൽ നടന്ന പ്രവാചകന്റെ ജീവിതത്തിന്റെ ജനനവും മരണവും ഒരു വിശ്വാസിക്ക് തന്റെ ജീവിതത്തിലേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ അതെങ്ങനെയാണ് ആ ഓർമ്മകൾ മനസ്സിൽ നിലനിർത്തേണ്ടത് എന്നിടത്താണ് പലരിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണതും ഈ ലോകത്തോട് വിട പറഞ്ഞതും ഒരു വിശ്വാസി പിൽക്കാലങ്ങളിൽ എങ്ങനെയാണ് സ്മരിക്കേണ്ടത്, അതിനെങ്ങനെയാണ് തന്റെ ജീവിതത്തിൽ ഓർമ്മ പുതുക്കേണ്ടത് എന്ന വിഷയത്തിലാണ് പലരും തെറ്റിപ്പോയത്. ഇവിടെ റബീഉൽ ആഖിർ കടന്നു വരുന്നു. വീണ്ടും ചില ആളുകളിലൊക്കെ വിശ്വാസത്തിന്റെ മൂർത്തിഭാവം എന്നോരം ഒരു പുതിയ ആചാരം കൂടി കടന്നു വരുന്നു. അതിന് ജീലാനി ദിനം എന്നവർ വിളിക്കുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ജനിച്ചത് റബീഉൽ ആഖിറിലാണ്, ഈ ലോകത്തോട് വിട പറഞ്ഞതും റബീഉൽ ആഖിറിലാണ്. ജീലാനി മരണപ്പെട്ട റബീഉൽ ആഖിറിനെ എന്ന മാസത്തെ സ്മരിച്ചുകൊണ്ടവർ ജീലാനി ദിനം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നവർ വിളിച്ചു പറയുന്നു. ആ ജീലാനി ദിനത്തിന്റെ ഭാഗമായി പുതിയ പുതിയ ചില രീതികളൊക്കെ അവരുടെ ആചാരങ്ങളിൽ, ദിനചര്യകളിലേക്ക് അവർ കൊണ്ടുവരുന്നു. ഒരു പുതിയ പ്രത്യേകമായ ആത്മീയത അവരുടെ വിശ്വാസങ്ങളിലും പ്രകടനങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ദിനചര്യകളിലും കടന്നു വരുന്നു. സ്വാഭാവികമായും ഇതെല്ലാം മതത്തിന്റെ പേരിലായതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വിശ്വാസിക്ക് അവബോധം ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്ത കാലത്തായി വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ദിനം, ഒരാചരിക്കുന്ന ഒരു സംഭവം എന്ന രീതിയിലാണ് ജീലാനി ദിനം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് ആചരിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി പ്രത്യേകമായ സദസ്സുകൾ, ആത്മീയ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രത്യേകമായ റാത്തീബുകൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രത്യേകമായ കുതുബിയത്തുകൾ സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രത്യേകമായ മാല മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കുന്നു.
അവരുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി പടച്ചറബിലേക്ക് അടുക്കുവാൻ മുഹീദ്ദീൻ ശൈഖ് എന്ന അബ്ദുൽ ഖാദർ ജീലാനി അവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണെന്ന് സമൂഹത്തെ അവർ തെറ്റിദ്ധരിക്കുന്നു. ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനിയിലൂടെ അല്ലാതെ റബ്ബിലേക്ക് അടുക്കുവാൻ വേറെ വഴിയില്ല എന്ന തെറ്റിദ്ധാരണ പാവപ്പെട്ട ദുർബലരായ മനസ്സുകളിൽ കൊണ്ടുവരാൻ അവർ പരമാവധി പരിശ്രമിക്കുന്നു. അങ്ങനെ ഒരു ദിനം കൂടി, ഒരു ദിവസം കൂടി ജീലാനി ദിനം എന്ന പേരിൽ അവർ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ. ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി? ആരാണ് എൻ്റെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി? സത്യത്തിൽ ആരാണ്? ഹിജ്റ 5-6 നൂറ്റാണ്ടുകളിലായി ഹിജ്റ 5 അല്ലെങ്കിൽ 6 നൂറ്റാണ്ടുകളിൽ ജീവിച്ച പ്രധാനപ്പെട്ട ഒരു പ്രമുഖനായ പരിഷ്കർത്താവായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇറാഖിലെ ഗീലാൻ അല്ലെങ്കിൽ ജീലാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജനിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം തൻ്റെ 18-ാമത്തെ വയസ്സിൽ ഇറാഖിലെ ബഗ്ദാദിലേക്ക് വരികയാണ്. അറിവ് നേടുന്നതിന് വേണ്ടി, വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി, അറിവിൻ്റെ കേദാരം എന്നറിയപ്പെടുന്ന ഒരു കാലത്ത് എൽമിൻ്റെ കേദാരം എന്നറിയപ്പെട്ടിരുന്ന ബഗ്ദാദിലേക്ക് അദ്ദേഹം തൻ്റെ 18-ാമത്തെ വയസ്സിൽ ജീലാനിൽ നിന്നും കടന്നു വരും. ഇറാഖിലെ ബഗ്ദാദിൽ വന്ന് വലിയ വലിയ ഇരുത്തം ചെന്ന പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം അറിവ് നേടുന്നതിന് വേണ്ടി ബഗ്ദാദിൽ തൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഞാൻ ബഗ്ദാദിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഷിയാക്കളും മുഅ്തസിലിയാക്കളുടെയും അങ്ങേയറ്റത്തെ വികൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു സന്ദർഭത്തിലാണ് ബഗ്ദാദിലേക്ക് ഞാൻ എത്തുന്നത് എന്നാണ്. അദ്ദേഹം അവിടെ ചെന്നുകൊണ്ട് പണ്ഡിതന്മാരുടെ അടുക്കൽ ചെന്ന് ഇൽമ് സമ്പാദിക്കുകയും അറിവ് നേടുന്നതിന് വേണ്ടി തൻ്റെ ജീവിതകാലം ചിലവഴിക്കുകയും ചെയ്തു. അബ്ദുൽ ഖാദർ ജീലാനിൽ ജനിച്ച ഷെയ്ഖ് അബ്ദുൽ ഖാദർ ബഗ്ദാദിൽ നിന്ന് തന്നെ അറിവ് നേടുകയും അവിടെ താൻ നേടിയ അറിവ് മറ്റുള്ളവരിലേക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഷിയാക്കളുടെയും മുഅ്തസിലികളുടെയും ഇസ്ലാമിൽ നിന്നും വിട്ടുപോയ അപരിഷ്കൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടുകൊണ്ട് തൻ്റെ ആളുകൾക്കിടയിലേക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ആളുകളിലേക്ക് ഇറങ്ങുകയാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഗ്രന്ഥത്തിൽ, ബിദ്അത്തുകൾ കൊണ്ട് സംഘർഷഭരിതമായിരുന്നു അന്നത്തെ ബഗ്ദാദ് എന്നാണ്. ഹിജ്റ 5-ാമത്തെയോ 6-ാമത്തെയോ നൂറ്റാണ്ടിന്റെ കാലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ബിദ്അത്തുകൾ കൊണ്ട് സംഘർഷഭരിതമായിരുന്നു അന്നത്തെ ബഗ്ദാദ് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അവിടെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. പിൽക്കാലത്ത് ബഗ്ദാദിനെ കുറിച്ച് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് നേടുകയും ഇൽമ് നേടുകയും ബഗ്ദാദിൽ വെച്ച് തന്നെ അവിടെയുള്ള അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും മുഴുകിയ ജനങ്ങൾക്ക് ഇസ്ലാം എന്താണ് എന്ന് ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ ദർസ് ആരംഭിക്കുകയും ചെയ്തുവെന്നാണ് പറയപ്പെടുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ദർസുകളിൽ ആളുകളിങ്ങനെ കൂടി പള്ളികളിൽ നിറഞ്ഞ് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ദർസ് വലിയ മൈതാനത്തിലേക്ക് മാറ്റി എന്നാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ദർസ് കേൾക്കുന്നതിന് വേണ്ടി ഓരോ സമയത്തും അവിടെ സന്നിഹിതരായിരുന്നുവെന്നാണ്. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു കാര്യം, ഓരോ ദർസുകൾ കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ ക്ലാസുകൾ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണവും ക്രമേണ കൂടിക്കൊണ്ടിരുന്നുവെന്നാണ്. 2 രീതിയിലുള്ള പരിഷ്കാരങ്ങൾ, 2 രീതിയിലുള്ള
മാറ്റങ്ങൾ അവിടെ ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഇസ്ലാം എന്താണ് എന്നറിയാത്ത പുതിയ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഷഹാദത്ത് കലിമ ചെല്ലുന്ന ആളുകൾ അവിടെ ഉണ്ടായി അദ്ദേഹത്തിന്റെ സദസ്സിൽ നിന്നാണ്. രണ്ടാമത്തേത്, ഇസ്ലാമിനെ കുറിച്ച് അവർ എന്താണോ മനസ്സിലാക്കിയിരുന്നത് അത് പൂർണ്ണമായും അല്ലെങ്കിൽ ഭൂരിഭാഗവും തെറ്റാണ് എന്നുള്ള തിരിച്ചറിവ് അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടായി അദ്ദേഹത്തിന്റെ ദർശിലൂടെ എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാം. അങ്ങനെയാണ് അദ്ദേഹത്തിന് മുഹയ്യുദ്ദീൻ എന്ന ഒരു പേര് കിട്ടുന്നത്. എന്താ മുഹയ്യുദ്ദീൻ എന്താ? ദീനിനെ ജീവിപ്പിച്ചവൻ എന്നാണ് അതിന്റെ അർത്ഥം. മുഹയ്യുൻ അദ്ദീൻ, ദീനിനെ പുനരുജ്ജീവിപ്പിച്ചവൻ എന്നാണ് മുഹയ്യുദ്ദീൻ എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെയാണ് അദ്ദേഹം മുഹയ്യുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത് എന്നാണ്. അബ്ദുൽ ഖാദിർ ആയിരുന്ന അദ്ദേഹം, ജീലാനിൽ ജനിച്ച അദ്ദേഹം ബഗ്ദാദിലേക്ക് എത്തുകയും ബഗ്ദാദിൽ വെച്ചുകൊണ്ട് അറിവ് നേടുകയും അന്നാട്ടിൽ തന്നെയുള്ള ഷിയാക്കളുടെയും മുഅ്തസിലികളുടെയും ആളുകൾക്കിടയിൽ യഥാർത്ഥ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയും യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് അവർക്കിടയിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ മുഹയ്യുദ്ദീൻ എന്നുള്ള ഒരു പേര്, അപരനാമം പിൽക്കാലത്ത് അദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് ഷേഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അഹ്ലുസുന്നയുടെ മുൻഗാമികളിൽ ഒരാളാണ് ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നാണ്. ഹംബലി മദ്ഹബിൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു ഹുനിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, പിൽക്കാലത്തിന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത് ദുനിയാവിനോട് അങ്ങേയറ്റം വിരക്തിയുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ തഖ്വയുള്ള, റബ്ബിനെ കുറിച്ചുള്ള ബോധം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കാത്തു സൂക്ഷിച്ച, ഈ ദുനിയാവിന്റെ സൗകര്യങ്ങളോടും ദുനിയാവിന്റെ ആഡംബരങ്ങളോടും അങ്ങേയറ്റം വിരക്തി കാണിച്ച ഒരു നിഷ്കളങ്കനായ ഒരു പണ്ഡിതനായിരുന്നു ഷേഖ് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന അദ്ദേഹം ജീലാനി. തന്റെ ജീവിതത്തിന്റെ പിൽക്കാലം മുഴുവൻ ആളുകൾക്കിടയിലേക്ക് റബ്ബിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും ബിദ്അത്തുകളുടെ ഗൗരവത്തെക്കുറിച്ചും മാത്രം ആളുകൾക്കിടയിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും നന്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനു വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച ഒരു മുൻകാല നിഷ്കളങ്കനായ ഒരു സലഫി ആലിമായിരുന്നു, പണ്ഡിതനായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി എന്ന അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എഴുതി വെച്ച, രേഖപ്പെടുത്തിയ, സംസാരിച്ച രേഖകളും തീർച്ചയായും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആൻ തനതായ രീതിയിൽ ആളുകൾക്കിടയിൽ അതിന്റെ പ്രവാചക ചര്യയോടൊപ്പം ആളുകൾക്കിടയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച നിസ്വാർത്ഥനായ ഒരു പണ്ഡിതനായിരുന്നു ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുന്നവർ. റബീഉൽ ആഖിറിലാണ് അദ്ദേഹം ജനിച്ചതും റബീഉൽ ആഖിറിലാണ് അദ്ദേഹം മരണപ്പെട്ടതും. സ്വാഭാവികമായും ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ പുരുഷായുസ് മുഴുവൻ മാറ്റിവെക്കുന്നു. ആളുകൾക്കിടയിലേക്ക് ഇൽമു പഠിപ്പിക്കുന്നതിനു വേണ്ടി തന്റെ ജീവിതകാലം അദ്ദേഹം വിനിയോഗിക്കുന്നു. അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ തൃപ്തിയിലും അദ്ദേഹം ഒരാൾ മരിച്ചു പോകുന്നു. അദ്ദേഹത്തിന് ഇസ്ലാമിനുള്ള സ്ഥാനം എന്താണ്? സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇസ്ലാമിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം എന്താണ്? ഇസ്ലാമിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലം ഇസ്ലാമിനു വേണ്ടി, ദീനിനു വേണ്ടി മാറ്റിവെച്ച് പടച്ച റബ്ബിന്റെ തൃപ്തിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അതിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളെയും തരണം ചെയ്ത് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ തീർച്ചയായും അവർക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. അവരുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പിൽക്കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടത്. അവരുടെ ജീവിതത്തിൽ മാറ്റിവെച്ച അറിവുകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പിൽക്കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ തീർച്ചയായും ശ്രമിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഉണ്ടായത് എന്താണ്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ലോകത്തോട് വിട പറഞ്ഞപ്പോ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തന്റെ ജീവിതകാലത്തെ എന്തിനു വേണ്ടിയാണോ മാറ്റിവെച്ചത് ആ ആശയത്തെ തന്നെ തകിടം മറിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി. ഖേദകരം എന്ന് പറയട്ടെ, അതാണ് ഇത് സമൂഹത്തിൽ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ പേര് തന്നെ ആളുകൾ ഇന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നത്, അവരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് ആ ഒരു തെറ്റായ വിശ്വാസത്തിന്റെ പേരിലാണ് എന്നുള്ളത് തീർച്ചയായും സങ്കടകരമാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രബലർ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്.
അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് മറ്റുള്ളവരെക്കാൾ നമ്മൾ അറിയുന്നതും പഠിക്കുന്നതും അവർ മഅസൂമികളാണ് എന്നാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അള്ളാഹു പഠിപ്പിച്ചതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ കൊണ്ടുപോയി ലോകത്തോട് വിട പറഞ്ഞ പ്രവാചകന്മാർക്കാണ് ഇസ്ലാമിൽ മനുഷ്യരിൽ ഏറ്റവും വലിയ സ്ഥാനമുണ്ടാകുന്നത്. അതിനുശേഷം സ്വഹാബികളാണ്. സ്വഹാബികൾ തന്നെ വ്യത്യസ്തങ്ങളായ തൊബക്കകളിലായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് മുൻകാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികൾക്ക് പ്രത്യേകമായ സ്ഥാനമാണ്. അതിൽ തന്നെ സിദ്ദീഖുൽ അക്ബറിനെ പോലെ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെ സ്ഥാനം ഏറ്റവും മുകളിലാണ്. പിൽക്കാലഘട്ടത്തിൽ ക്രമേണ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബികൾ അവരുടെ സ്ഥാനം അതിന്റെ താഴെയാണ്. ഞാൻ പറഞ്ഞു വന്നത് സ്വഹാബികൾക്കിടയിൽ പോലും മുൻഗണനാ ക്രമത്തിൽ ഏറ്റ വ്യത്യാസങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട് എന്നാണ്. അതിന്റെ ശേഷം വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ശേഷം വരുന്നത് അവരുടെ താബിഈകളാണ്. സ്വഹാബത്തിനെ കണ്ട്, സ്വഹാബത്തിന്റെ ജീവിതത്തെ കണ്ട്, റസൂലുള്ളാഹിയെ കണ്ട സ്വഹാബത്തിന്റെ ജീവിതത്തെ കണ്ട് ജീവിച്ച താബിഈകളാണ്. അതുകൊണ്ടാണ് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും നല്ല സമൂഹം നൂറ്റാണ്ടെന്ന് പറയുന്നത് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നീട് അവരെ പിന്തുടർന്നു വരുന്നവരാണ്, പിന്നീട് അവരെ പിന്തുടർന്നു വരുന്ന നൂറ്റാണ്ടാണ് എന്ന് ഇസ്ലാമിൽ പ്രബലമായ ഒരു കാര്യമായി കൊണ്ട് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ തന്റെ ജീവിതകാലത്ത് എല്ലാ നന്മകളെയും ഉൾക്കൊണ്ട് ഇസ്ലാമിനെ തനതായ രീതിയിൽ ആളുകൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുത്ത് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവർക്ക് തീർച്ചയായും ഇസ്ലാമിന് സ്ഥാനമുണ്ട്. പിൽക്കാലത്ത് വരുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ ഇൽമുകളെ ശേഖരിച്ച് അതിനനുസരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെ, കുടുംബജീവിതത്തെ, തന്റെ സാമൂഹിക ജീവിതത്തെ ചിട്ടപ്പെടുത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയാണ് ആ പണ്ഡിതന്മാരെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നതോ സ്വഹാബത്തിലെ തന്നെ ഏറ്റ വ്യത്യാസങ്ങളുള്ള സിദ്ദീഖുൽ അബൂബക്കറിന്റെ റളിയല്ലാഹു അൻഹു ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ കൊണ്ടുവെക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ പലയിടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ റഹിമഹുല്ലാ, അദ്ദേഹം തന്റെ ജീവിതകാലം എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? അദ്ദേഹത്തിന്റെ കാലശേഷം സ്വഹാബികളെ ഓർക്കുന്നതിനേക്കാൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്നതിനേക്കാൾ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ ഓർക്കുന്ന, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ സ്മരിക്കുന്ന, അതിനുവേണ്ടി പ്രത്യേകമായ സദസ്സുകൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി പ്രത്യേകമായ 12 റക്അത്ത് നിസ്കാരങ്ങൾ ഉണ്ടാക്കുന്ന, അതിനുവേണ്ടി പ്രത്യേകമായ റാത്തിബുകൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ രീതിയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ ഒരാളുടെയും ജനനത്തെയോ ഒരാളുടെയും മരണത്തെയോ പ്രത്യേകമായ ആഘോഷമാക്കിയോ ആചാരമാക്കിയോ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ജീലാനി ലോകത്തോട് വിട പറഞ്ഞത് റബീഉൽ ആഖിറിലാണ് എന്നതിന്റെ പേരിൽ ഒരു ജീലാനി ദിനം ഒരിക്കലും ഒരു ദിനമായി കൊണ്ടാടുവാൻ ഇസ്ലാമിൽ ഒരാൾക്കും പാടുന്നത് തന്നെയില്ല. ഇസ്ലാമിൽ ആരുടെയും മരണദിനം ആചരിക്കുന്നതിന് യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജനനദിനത്തെയോ അല്ലെങ്കിൽ മരണദിനത്തെയോ പ്രത്യേകമായ ഒരു ആചാരമായി, പ്രത്യേകമായ ചില ചര്യകൾ ഓർമ്മപ്പെടുത്തുന്ന നിമിഷങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഒരാളുടെ ജനനത്തെയോ, അത് റസൂലുള്ളാഹിയുടെ പോലും ജനനത്തെയോ മരണത്തെയോ പ്രത്യേകമായ ഒരു ഓർമ്മയാക്കി വിശ്വാസികൾ കൊണ്ടു നടക്കാത്തത് എന്നത് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ജീലാനി ദിനം എന്നതൊരു പുതിയ ഒരാചാരത്തിൽ പെട്ടതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. ഒരു പുതിയ ആചാരമാണ്, ഒരു പുത്തനാചാരമാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് മുസ്ലിമീങ്ങൾ അതുപോലെയുള്ള ആചാരങ്ങളെ ഒഴിവാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമരായ നൂറ്റാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ നൂറ്റാണ്ടാണ്. പിന്നീട് അതിനെ പിന്തുടർന്ന് വരുന്നവരുടെ നൂറ്റാണ്ടാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഈ ലോകത്തോട് വിട പറയുന്നതിന് കുറച്ചു മുമ്പാണ് പരിശുദ്ധ ഖുർആനിൽ അവസാനത്തെ ആയത്തിൽ നിന്ന് പരിഗണിക്കുന്ന, പിന്നീട് വീണ്ടും 2-3 ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അത്
പൊതുവെ പറയപ്പെടുന്ന സൂറത്തുൽ മാഇദയിലെ വചനം നമുക്കറിയാവുന്നതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനമാണ്. ദീനിത ഇവിടെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളിൽ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിന്റെ ശേഷം ഒരു പുതിയ ആചാരം, ഒരു പുതിയ അനുഷ്ഠാനം, അതെന്തിന്റെ പേരിലാണെങ്കിലും വിശ്വാസികൾക്ക് അതൊരാചാരമായി കൂട്ടിച്ചേർക്കാൻ, അതൊരനുഷ്ഠാനമായി ഇസ്ലാമിലേക്ക് മതത്തിന്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയുകയില്ല തന്നെ എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ്. കാരണം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നഹു ലൈസ ശൈഉൻ യുഖദ്ദിബുകും മിനൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നതൊന്നിനെയും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാതിരുന്നിട്ടില്ല, വിട്ടുപോയിട്ടില്ല. വലൈസ ശൈഉൻ യുഖദ്ദിബുകും മിനൻ നാർ ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. നരകത്തിലേക്ക് അടുപ്പിക്കുന്നതൊന്നിനെ കുറിച്ചും നിങ്ങളിലെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരാതെ പോയിട്ടില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ യറാഹാ ഹസന. ഇസ്ലാമിലേക്ക് ഒരു പുതിയ ആചാരം ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ, എന്നിട്ട് അതിനെ നല്ലതല്ലേ എന്ന് അവർ വിചാരിക്കുകയാണെങ്കിൽ, അതിനെ നല്ലതായി അവർ കാണുകയും ചെയ്യുകയാണെങ്കിൽ, അദ്ദേഹം പറയുന്നു, ഫഖദ് സഇമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അദ്ദേഹം വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ വഞ്ചിച്ചു എന്നാണ്. കാരണം അല്ലാഹു യഖൂൽ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് പരിചയമില്ലാത്ത ഒരാചാരം ആരെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അവൻ അതിലൂടെ ചെയ്യുന്നത് ഫഖദ് ഖാല റിസാലത മുഹമ്മദ്, അവൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിനെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ദീനിൽ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ശേഷമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വഫാത്തായത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വഫാത്തായതിന്റെ ശേഷം ഒരു പുതിയ ആചാരം, ഒരു പുതിയ അനുഷ്ഠാനം, ഒരു പുതിയ ദിനം ഇസ്ലാമിന്റെ ദീനിൽ കൊണ്ടുവരാൻ ഒരാൾക്കും അവകാശമില്ല തന്നെ. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലാ നന്മകളും അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഒന്നും തന്നെ റസൂലുള്ളാഹി ദീനിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നാണ്. മൂന്നാമത്തേത്, ദീനിലേക്ക് എന്തെങ്കിലും പുതിയതായി കൂട്ടിച്ചേർക്കാൻ അത് ആരെങ്കിലും അങ്ങനെ വാദിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തെയാണ് അവരതിലൂടെ വഞ്ചിക്കുന്നത്, പൂർത്തിയായിട്ടില്ല എന്ന് ജനിപ്പിക്കുന്നത് എന്ന കാര്യങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ചുരുക്കത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. കാരണം ഇസ്ലാമിൽ പുതിയ ഒരു കാര്യം ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഇങ്ങനെ ഒരു ദിനം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ മുഹീദ്ദീൻ ശൈഖിനെ സ്മരിക്കാനും മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് വേറെ ഒരു ആചാരങ്ങൾ റാത്തീബ് പോലെ, മുഹീദ്ദീന്മാരെ ചെല്ലുന്നത് പോലെ, പ്രത്യേകമായ നിസ്കാരങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെ ചെല്ലാനും ചെയ്യാനും പറയാനും മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും പ്രഭാഷണങ്ങളും വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. ഫതുഹുർ റബ്ബാനി പോലെ, ഫതുഹുൽ ഗൈബ് പോലെ, മുനിയ പോലെ ദശക്കണക്കിന് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, അദ്ദേഹത്തിന്റെ ദർസുകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് രേഖകളാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ച് പിൽക്കാലത്ത് ജീവിച്ച് മരിച്ചുപോയ പണ്ഡിതന്മാരും സലഫ് സ്വാലിഹീങ്ങളും ഒട്ടേറെ ലോകത്ത് ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട്. അവരൊന്നും പരിചയപ്പെടുത്താത്ത രീതിയിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ആവശ്യപ്പെടാത്ത ഒരു കാര്യം അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ ചില വാക്കുകളെ, ചില വാചകങ്ങളെ, അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങളെ,
മനസ്സുകളെ നമ്മളൊന്ന് പുനഃപരിശോധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ദർസിന്റെ ഏറ്റവും വലിയ കാമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് വിശ്വാസികളുടെ മനസ്സുകളെ കൊണ്ടുവരലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ ദർസുകളുടെ ഏറ്റവും വലിയ ഒരു കാമ്പ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ സുന്നത്തിലേക്ക് ആളുകളെ കൊണ്ടുവരലായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ പരിശോധിച്ചാൽ, അദ്ദേഹത്തിന്റെ രേഖകളെ, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഫുതൂഹുൽ ഗൈബിലെ ഒരു അധ്യായത്തിലെ ഒരു വചനത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്, ഫലാ തശ്കുവന്ന ഫീ ഹാലത്തിൽ ബരിയ. ഇന്ന് ആളുകള് അള്ളാഹ് എന്ന് വിളിക്കുന്നതോടൊപ്പം മുഹീദ്ദീൻ ഷേഖ് എന്നാണ് വിളിക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാകുമ്പോ, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാകുമ്പോ, വല്ല പ്രയാസങ്ങളും ആക്സിഡന്റുകളും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ പെട്ടെന്ന് അവരുടെ മനസ്സ് തേടുന്നതും അവരുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും അവരുടെ ചുണ്ടുകൾ അനങ്ങുന്നതും ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിക്കാനും മുഹീദ്ദീൻ ഷേഖ് എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ നേരെ മറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നു, നോക്കൂ നിങ്ങൾ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസ്ഥകളിൽ, ഒരു വിപൽഘട്ടങ്ങളിൽ അല്ലാഹു അല്ലാത്ത ഒരാളോടും താങ്കൾ ആവലാതി പറയരുത്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒരാളോടും നിങ്ങൾ ആവലാതി പറയരുത്. നിങ്ങൾ ഒരാളോടും, നിങ്ങൾ ആരുടെ മുമ്പിലും നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങൾ വെളിവാക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. അള്ളാഹുവിനെ കുറിച്ച് മോശമായ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യരുത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു കാമ്പ്, അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ ഒരു കാമ്പ് ഫുതൂഹുൽ ഗൈബിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാത്ത ഒരാളോട് നിങ്ങൾ ഒരിക്കലും ആവലാതി പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നിങ്ങൾ ഫതഹുർ റബ്ബാനി എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ അദ്ദേഹം ചോദിക്കാണ്, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരോട്, അല്ലാത്തവരെ വിളിച്ചു തരുന്നവരോട് അദ്ദേഹം ചോദിക്കാണ്, എന്താണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചോദിക്കുന്നത്? കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? ഫഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്ര ഇലാഹുകളെയാണ് നിങ്ങൾ കുടിയിരുത്തിയിരിക്കുന്നത്? കുല്ല ശൈഇൻ തഅതമിദു അലൈഹി വ തസിഖു ബിഹി ദുനല്ലാഹ് വഹുവ സ്വലമുക, ഏതൊന്നിനെയും നിങ്ങൾ അവലംബിക്കുന്നുവെങ്കിൽ, ഏതൊന്നിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന് പുറമെ ആരെങ്കിലും നിങ്ങൾ അവലംബിക്കുന്നുവെങ്കിൽ വഹുവ സ്വലമുക, അതിനെ നിങ്ങൾ വിഗ്രഹമാക്കി വെക്കുകയാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ, നാവ് കൊണ്ട് നീ തൗഹീദ് പറയുന്നു, നാവ് കൊണ്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നിനക്ക് ഉപകാരപ്പെടുകയില്ല. മാ ശിർക്കിൽ ഖൽബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ശിർക്ക് വെച്ചുകൊണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ അല്ലാത്തവരെ വിളിച്ചു തേടുന്ന മനസ്സുകളെ നിങ്ങൾ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് അദ്ദേഹം പറയണം. മാത്രമല്ല അദ്ദേഹം തന്റെ മകൻ അബ്ദുറസാഖിനോട് കൊടുക്കുന്ന ചില ഉപദേശങ്ങളെ ഫതഹുർ റബ്ബാനിയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, എല്ലാ ആവശ്യങ്ങളും ഹാജാത്തുകളും അതെല്ലാം നീ അല്ലാഹുവിലേക്കാണ് സമർപ്പിക്കേണ്ടത്. അല്ലാഹുവിനോടാണ് ആവശ്യപ്പെടേണ്ടത്. അല്ലാഹുവിൽ നിന്നുള്ളതിലേക്കാണ് നിങ്ങൾ ആവശ്യം ഉന്നയിക്കേണ്ടത്. അല്ലാഹു ഒഴികെ ഒന്നിലും നിങ്ങൾ വിശ്വാസം അർപ്പിക്കരുത്. അല്ലാഹു അല്ലാത്ത ഒന്നിലും നിങ്ങൾ അവലംബമായി സ്വീകരിക്കുകയും ചെയ്യരുത്. എന്നിട്ട് അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നത് എല്ലാ സമയത്തും തൗഹീദിനെ ഉയർത്തിപ്പിടിക്കണമെന്ന് തന്റെ മകൻ ഷെയ്ഖ് അബ്ദുർ റസാഖിനോട് അദ്ദേഹം പറയുന്ന ഒരു ഉപദേശം കൂടി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അദ്ദേഹം ജനങ്ങളോട് ചോദിക്കാണ്, അല്ലയോ സൃഷ്ടികളോട് ആവലാതി പറയുന്നവരെ, അവരെ എങ്ങനെയാണ് നിങ്ങളുടെ വേവലാതികൾ ഉപകാരപ്പെടുത്താൻ, നിങ്ങളുടെ പ്രയാസങ്ങളെ നീക്കാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യാൻ അവർക്ക് കഴിയുന്നത് എങ്ങനെയാണ്? അവരെ കൊണ്ടൊന്നിനും നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല. ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അവരെ നിങ്ങൾ അവലംബിക്കുകയാണെങ്കിൽ നിങ്ങൾ ശിർക്കിന്റെ വാതിലാണ്, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിന്റെ വാതിലാണ് ഉള്ളത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹം ആളുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് നാശം,
മാ തസ്തഹി തത്ലുബു മിൻ ഗൈരില്ലാ, അല്ലാത്തവരോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്നാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചോദിക്കുന്നത്. എങ്ങനെയുള്ള റബ്ബിനോട്? വഹുവ അഖറബു ഇലൈക മിൻ ഗൈരിഹി, മറ്റെല്ലാത്തിനേക്കാളും ഏറ്റവും നിങ്ങളുടെ അടുത്തുള്ള റബ്ബുണ്ടാകുമ്പോ അല്ലാത്തവരോട് ചോദിക്കാൻ മുസ്ലിമീങ്ങളെ, മനുഷ്യരെ, നിങ്ങൾക്ക് നാശമില്ലേ? ഇതെന്തൊരു നാശമാണ്, നിങ്ങൾക്ക് നാശമാണ്, നിങ്ങൾക്ക് നാണമാകുന്നില്ലേ എന്ന് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചോദിക്കുകയാണ്. ചില മഹല്ലുകളിലൊക്കെ ശൈഖ് ജീലാനിയിൽ നിന്ന് അഭൗതികമായ സഹായങ്ങൾ ഉണ്ടാകും, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്ത് ജീലാനിയുടെ സഹായങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായ റാത്തിബ് സദസ്സുകള്, പ്രത്യേകമായ മൗലിദ്മാല സദസ്സുകള്, പ്രത്യേകമായ ചില ആചാരങ്ങള് അവർ കൊണ്ടുവരികയാണ്. അതിൽപ്പെട്ട ഒന്നാണ് റാത്തിബ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ത്വരീഖത്ത് പിൽക്കാലത്തുണ്ടായി, അതാണ് ഖാദിരിയ ത്വരീഖത്ത്. ഒരു പുതിയ ത്വരീഖത്ത് ഉണ്ടാവുകയും ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കെട്ടിവെക്കുകയും പിൽക്കാലത്ത് ജീവിതത്തിന്റെ എല്ലാ അർത്ഥങ്ങളിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്കല്ലാതെ കഴിയുകയില്ല എന്ന വിശ്വാസം പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയും അതിങ്ങനെ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ സ്മരിക്കുന്ന മനസ്സുകളാക്കി ക്രമേണ അവരുടെ മനസ്സുകളെ മാറ്റുവാനും പുരോഹിതർ പരിശ്രമിച്ചതിന്റെ ദുരന്ത ഫലം ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി മരണപ്പെട്ട് അതിന് ശേഷമാണ് ഒരു റാത്തീബ് കുറെ ആളുകൾ ചേർന്നുണ്ടാക്കുന്നത്. എന്നിട്ട് അതിൽ കുറെ നന്മകൾ പറയുന്നുണ്ട്. ഖുർആനിൽ ചില സൂറത്തുകൾക്ക് പ്രത്യേകത ഉണ്ട്. ചില സമയത്ത് ചില പ്രത്യേക സന്ദർഭത്തില് ചില സൂറത്തുകൾ ചെല്ലുമ്പോ അതിന് ഗുണമുണ്ടാകും എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആ സന്ദർഭങ്ങൾ അടർത്തിയെടുത്തുകൊണ്ട് റാത്തീബുകളിൽ അത് ഉൾപ്പെടുത്തും. അതോടൊപ്പം റസൂലുള്ളാഹി പറയാത്തത് കൂടെ ഉൾപ്പെടുത്തും. ഒരു ഉദാഹരണം പറഞ്ഞാൽ സൂറത്തുൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറ വീടുകളിൽ നിങ്ങൾ പാരായണം ചെയ്യണം, അവിടെ പിശാചിന്റെ ബാധ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക് ഫിൽ ഖുർആനി സൂറത്തുൻ 30 ആയ ശഫഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ് ഖുർആനിൽ ഒരു സൂറത്തുണ്ട് 30 ആയ 30 ആയത്തുള്ളതാണ്. ഒരാൾ ആയത്ത് ഓതിയാൽ നാളെ അവർക്ക് വേണ്ടി ആ സൂറത്ത് റബ്ബിനോട് ശുപാർശ പറയും എന്ന ഒരു സൂറത്തുണ്ട്. ഇങ്ങനെ പ്രത്യേകമായി റസൂലുള്ളാഹി പറഞ്ഞ സൂറത്തുകളെ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറയാത്ത സൂറത്തുകൾ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ആയത്തുകൾ അതിന് പ്രത്യേകമായ പുണ്യം നൽകി അതിന് പ്രത്യേകമായ ഫലം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റാത്തീബുകളിൽ ഉൾപ്പെടുത്തി ആ റാത്തീബ് ആളുകൾക്കിടയിൽ പഠിപ്പിക്കുവാനും അതൊരു പുതിയ ആചാരമായി ആളുകൾക്കിടയിൽ കൊണ്ടുവരാനുമാണ് പിൽക്കാലഘട്ടത്തിൽ ആളുകൾ ശ്രമിച്ചത്. അതിന്റെ ഭാഗമാണ് ഒരു പുതിയ ദിക്ർ എന്ന് പറയുന്ന ഒരു പുതിയ ദിക്ർ കൊണ്ടുവന്നതും ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുമായി ബന്ധപ്പെട്ടുള്ള റാത്തീബുകളും ഖാദിരിയ ത്വരീഖത്തിന്റെയും ഭാഗമായിട്ടുണ്ടായതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ലഹ, ഇല്ലല്ലാഹു എന്ന് പറയുന്ന ഹു, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ അക്ഷരങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എന്ന് പറയുന്ന ഒരു ദിക്ർ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതും തീർച്ചയായും ഇതിന്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് എത്ര സുന്ദരമാണത്. അത് ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മനസ്സറിഞ്ഞ ഒരാൾ അത് ചെല്ലിയാൽ ആകാശത്തേക്ക് ആ ദിക്ർ കയറി ചെല്ലുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എങ്ങനെ? ഖാലിസൻ ഫീ ഖൽബിഹി, തന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ വിശ്വാസത്തോടുകൂടി എന്റെ റബ്ബല്ലാതെ ഒരു ഇലാഹില്ല എന്ന് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ ഭാഗമായി മനസ്സിൽ തട്ടി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്രത്തോളം ഹത്താ യുഫ്തി ഇൽ അർശ്, അർശിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഇവിടെ മനസ്സിൽ തട്ടി ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതാണ് ദിക്റിന്റെ പവർ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ ലഫിനു മൂതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾക്ക് മരണ സന്ദർഭങ്ങളിൽ മരണമാസന്നമായവരുടെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക എന്ന് നമ്മുടെ റസൂലുള്ളാഹി പറഞ്ഞത് അതിന്റെ പേരിലാണ്. ആ ദിക്റിനെയാണ് അവർ എന്ന പേരില് ഒരു കോപ്രായമാക്കി ദിക്റിനെ അവർ കൊണ്ടുവന്നത് എന്നാണ്. എന്ന് ജീവിതത്തിന്റെ അവസാനത്തിൽ ഒരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ദിക്റിനെയാണ് അവർ
എന്ന പേരിൽ ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ ഉണ്ടാക്കിയ ഒരു ദിക്റായി അവർ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് കുത്തുബിയത്ത്. ഒരുപാട് അപകടങ്ങൾ അതിലുണ്ട്. മഴ പെയ്യിക്കുന്നത് അത് അല്ലാഹുവല്ല, അത് മുഹീദ്ദീൻ ഷെയ്ഖാണ് എന്നവർ വിശ്വസിക്കുന്നു. യാ ഖുത്ബഹൽ സമാഇ വൽ അർദി ഔസുഹുമാ യാ ഫൈദ ഐനൈ വജൂദൈഹിം വഗൈസുഹുമാ എന്നവർ പാടുകയാണ്. മഴ പെയ്യിക്കുന്നതിന് വേണ്ടി അവർ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ മുഹീദ്ദീൻ ഷെയ്ഖ് ജീവിച്ചുകൊണ്ട് ജീവിച്ചിരിക്കെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. വമൻ യുനാദിസ്മി അൽഫം ബിഹുൽവതിഹി അസ്മൻ ലിഹിമ്മതിഹി സർമം ലിവഫതിഹി അജബതി മുസ്ലിഅൻ ലിഅജ്ലി ദഅവതിഹി ഫല്യദഉ യാ അബ്ദുൽ ഖാദിർ മുഹ്യിദ്ദീൻ. ദൃഢനിശ്ചയത്തോടുകൂടി അശ്രദ്ധയില്ലാതെ അവരുടെ നാമം 1000 തവണ വിളിച്ചു കഴിഞ്ഞാൽ അതിശീഘ്രം ആ ആവശ്യത്തിന് മുഹീദ്ദീൻ ഷെയ്ഖ് ഉത്തരം നൽകുമെന്ന് കുത്തുബിയത്തിലൂടെ അവർ ആവശ്യപ്പെടുകയാണ്, അവർ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ വിളിക്കേണ്ടുന്നതിന് പകരം 1000 തവണ മനസ്സറിഞ്ഞ് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചു കഴിഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് അവിടെ ഹാജരാകും എന്നവർ പഠിപ്പിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന് വേണ്ടി 12 റക്അത്ത് നിസ്കാരമുണ്ട് എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ശുദ്ധിയുള്ള ഒരു സ്ഥലത്ത് ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഉറക്കം തൂങ്ങലൊക്കെ ഒഴിവാക്കി സുഗന്ധമൊക്കെ ഉപയോഗിച്ച് യാ ഗൗസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന പദം തുടങ്ങി നിസ്കാരത്തിന് ശേഷം അവരിങ്ങനെ ഒരു ഹാജാത്ത് നിസ്കാരമൊക്കെ നിർവഹിച്ചുകൊണ്ട് 12 റക്അത്ത് നിസ്കാരം നിർവഹിച്ച് അവരിങ്ങനെ മനസ്സറിഞ്ഞു വിളിച്ചാൽ അവിടെ മുഹീദ്ദീൻ ഷെയ്ഖ് എത്തുമെന്നാണ് അവരുടെ വിശ്വാസം. ഇതെല്ലാം ഉള്ളതാണ് കുത്തുബിയത്ത്. അതുപോലെ തന്നെ മുഹീദ്ദീൻമാല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ കാലങ്ങൾക്ക് ശേഷം ഒരു കോഴിക്കോടുകാരനായ ആലി മുഹമ്മദാണ് 1027 എഴുതിയുണ്ടാക്കിയ ഒരു കാവ്യമാണ്, ഒരു പാട്ടാണ് മുഹീദ്ദീൻമാല എന്ന് പറയുന്നത്. അതിലൂടെ അവർ പ്രചരിപ്പിക്കുന്നതോ വല്ല നിലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ഞാൻ ചെയ്യും ഞാൻ എന്നോ പറഞ്ഞാണ്. എവിടെ വെച്ചുകൊണ്ട് ഷെയ്ഖിനെ വിളിച്ചാലും ആ ഷെയ്ഖ് അവർക്ക് ഉത്തരം നൽകുമെന്ന് അവർ പ്രചരിപ്പിക്കുകയാണ്. താൻ മുഖാന്തരമാണ് പടച്ചറപ്പിനോട് ചോദിക്കേണ്ടത് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞു എന്നവർ പ്രചരിപ്പിക്കുകയാണ്. യാതൊരിക്കലും അല്ലാഹു തേടുകിൽ എന്നെ കൊണ്ടല്ലാതെ തേടുവിൻ എന്നോവർ എന്നാണ്. മുഹീദ്ദീൻമാലയുടെ വ്യാഖ്യാനം മുസ്തഫൽ ഫൈസി എഴുതിയ പുസ്തകത്തിലാണ് ഇങ്ങനെയുള്ളത്. താൻ മുഖാന്തരമാണ് അല്ലാഹുവിനെ വിളിക്കേണ്ടത്, അത് പടച്ചോനെ നേരിട്ട് വിളിക്കുന്നതിന് പകരം മുഹീദ്ദീൻ ഷെയ്ഖിലൂടെ അതിലൂടെയാണ് അല്ലാഹുവിനെ വിളിക്കേണ്ടത് എന്നവർ പ്രചരിപ്പിക്കുന്നുവെന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യം മുഹീദ്ദീൻ ഷെയ്ഖിന് അറിയാമെന്നാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോ പറഞ്ഞ് ഷെയ്ഖിനെ കുറിച്ച് ഇല്ലാത്തത് പ്രചരിപ്പിക്കാണ്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ എങ്ങനെ ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, മനസ്സിന്റെ അകത്തുള്ളത് അറിയുന്നത് പടച്ചറപ്പ് മാത്രമാണെന്ന് ഖുർആനിന്റെ വചനമുണ്ടാകുമ്പോൾ തന്നെ കുപ്പിയുടെ അകത്തുള്ളതൊക്കെ കാണുന്നവരാണ് മുഹീദ്ദീൻ ഷെയ്ഖ് എന്നവർ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ മരിച്ചതിനെ ജീവിപ്പിക്കാൻ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുമെന്നാണ്. സത്യജഗത്തിന്റെ ജീവൻ ഇടിച്ചോവർച്ചാകും കലിശത്തെ നന്നാക്കി വിട്ടോവർ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വ്യാഖ്യാനത്തില് മുസ്തഫൽ ഫൈസി അവർ പ്രചരിപ്പിക്കുകയാണ്. ചത്തതിനെ ജീവിപ്പിക്കാൻ പോലും മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുമെന്നാണ്. മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് സൃഷ്ടി കഴിവിന് അതീതമാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമിന്റെ മനസ്സുകളിലേക്ക് ചത്തതിനെ ജീവിപ്പിക്കുവാനൊക്കെ മുഹീദ്ദീൻ ഷെയ്ഖിന് കഴിയുമെന്ന് അവർ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അബദ്ധമായ ഒരുപാട് ആചാരങ്ങൾ, വിശ്വാസത്തെ തകർക്കുന്ന, വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന, തൗഹീദിനെ അവരുടെ മനസ്സുകളിൽ നിന്ന് പാടെ അകറ്റിക്കളയുന്ന, ശിർക്കും കുഫറും ബിദ്അത്തും അവരുടെ മനസ്സിലേക്ക് കുടിയേറി പാർക്കുന്ന, ഇസ്ലാമിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോകുന്ന ആ ഒരു രീതിയിലുള്ള അരാജകത്വത്തിലേക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുകയാണ് പ്രിയപ്പെട്ടവരെ നാട്ടിൽ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമാണ് കുത്തുബിയത്ത്, അതിന്റെയൊക്കെ ഭാഗമാണ് റാത്തിബുകൾ, അതിന്റെയൊക്കെ ഭാഗമാണ് മുഹീദ്ദീൻമാലകൾ, അതിന്റെയൊക്കെ ഭാഗമാണ് ഖാദിരിയ തരീഖത്ത്, അതിന്റെയൊക്കെ ഭാഗമാണ് ജീലാനി ദിനം. കാലമായ പണ്ഡിതന്മാര് അവരുടെ ജീവിതം എന്തിനു വേണ്ടി ചിലവഴിച്ചോ ആ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പുതിയ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് ഗൗരവമായി വിശ്വാസി കാണണം എന്ന അവബോധം നമ്മളിൽ ഉണ്ടാക്കാനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത്. ദീനിനെ ഹക്കിനെ ഹക്കായും ബാത്തിലിനെ ബാത്തിലായും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ കലാമില് മനസ്സിനെ അങ്ങേയറ്റം കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച സലഫ് സ്വാലിഹുകൾ എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത്
അതേപോലെ അത് പഠിച്ചും പ്രചരിപ്പിച്ചും പ്രാവർത്തികമാക്കിയും ജീവിക്കുന്ന അള്ളാഹുവിന്റെ തൃപ്തി കണ്ടെത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ പരിശ്രമിക്കുക. അള്ളാഹു അവരെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.